ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സിൻ്റെ മിഡ് ടേമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിനെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഹാപ്പൻസ് വെൻ ദി ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് നിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒരു വസ്തുവിൻ്റെ സമീപത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റ് റിഫ്ലെക്ട്സ് ദി സൗണ്ട്. ഫസ്റ്റ് വൺ ദി ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു, അത് കമ്പനം, വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനം ചെയ്യുക എന്നാണ് അർത്ഥം. ദെൻ ആ വസ്തു ശബ്ദതരംഗത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് രണ്ടാമത്തതിൻ്റെ മലയാളം മീനിങ്. ദെൻ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസൊണൻസ്. അതെന്താ പറയുക, അത് റെസൊണൻസ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നു. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റ് പ്രൊഡ്യൂസസ് എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. മറ്റൊരു ആവൃത്തിയിലുള്ള മറ്റൊരു ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം എന്താണ്, ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് നാച്ചുറൽ ഫ്രീക്വൻസിനോട് തുല്യമായി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, അത് വൈബ്രേറ്റ് ചെയ്യാനും തുടങ്ങും. ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റെസൊണൻസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ ആൻസറായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനും അതുപോലെ തന്നെ തേർഡ് ഓപ്ഷനുമാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനുമായിട്ട് ആൻസറായിട്ട് വരുന്നത്. അതായത് ഒരു സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നാച്ചുറൽ ഫ്രീക്വൻസിനോട് തുല്യമാകുമ്പോൾ റെസൊണൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുന്നത് അത് വളരെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെൻ ദി ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ബിക്കംസ് ഈക്വൽ ടു ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്, ദി ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് റെസൊണൻസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അതൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. The state of vibration of the particles of the wave at a particular instant is depicted. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട് കാണിച്ചിട്ടുണ്ട് ആൻഡ് ഡിസ്റ്റൻസ് മീറ്ററിൽ ഇപ്പുറത്തോട്ട് കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് എന്നാണ് ചോദിച്ചേക്കണേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം എത്ര ദൂരം വരെ പോകുമെന്നല്ലേ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ്, 0.2 മീറ്ററാണ്. ഇവിടെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ 0.2 മീറ്ററാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ഇഫ് ഇറ്റ് ടേക്സ് 3 seconds ടു ട്രാവൽ ഫ്രം O to A, ഓയിൽ നിന്ന് എ വരെയുള്ള ദൂരം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് 3 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 1 2 3 അല്ലേ. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡാണ് എന്നത് പറയുന്നത്, സെക്കൻഡ് ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാണ്, 3 ആണ്. 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തത്, 3 സെക്കൻഡ്സാണ് എടുത്തത് അല്ലേ. അപ്പോൾ 3/3 ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 1 ഹേർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് ആണ് കേട്ടോ, HERTZ. ഓക്കെ, അപ്പോൾ ഇതിവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഹേർട്സ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആൻസർ കീൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്ത ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദി പീരീഡ് ഓഫ് ദിസ് വേവ്. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, T = 1/f ആണ്. സോ എഫ് നമുക്കറിയാം 1 ഹേർട്സ് ആണ്. സോ 1/1 which is equal to 1 ആണ് കേട്ടോ. സോ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. എല്ലാത്തിൻ്റെയും യൂണിറ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത് വീണ്ടും ഒരു ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എ വേവ് ട്രാവൽസ് ഫ്രം A to B in 1 second is depicted below. ഒരു സെക്കൻഡിൽ A തുടങ്ങി B വരെയുള്ള പോയിന്റ് വരെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ.
ഏത് ഫോമാണ്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ആണ് കൊടുത്തിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ ഹൗ ഡസ് ദി സ്പീഡ് ഓഫ് ദി വേവ് ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. നമുക്ക് എങ്ങനെയാണ് വേവ് ലെങ്ത്തിനെയും അതുപോലെ തന്നെ ഫ്രീക്വൻസിനെയും ക്ലബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെയും ഫ്രീക്വൻസിനെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. വെലോസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ലാംഡയാണ്. വേർ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോ എന്താണ് വേവ് ലെങ്ത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അഡ്ജസ്റ്റൻറ്റ് ക്രസ്റ്റുകളോ അഡ്ജസ്റ്റൻറ്റ് ട്രഫുകളോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. നമ്മളോട് അടുത്ത് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദിസ് വേവ്? ഈ വേവിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ മതി. ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ മതി. എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ തന്നിട്ടുണ്ട്. ടൈം 1 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ് പോയേക്കുന്നത്? ഇവിടെ വരെ 80 മീറ്ററല്ലേ പോയേക്കുന്നത്. സോ 80/1 എത്രയാണ്? 80 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 2 ഹെർട്സ് ഇൻറ്റു 40 മീറ്റർ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം. അതിനെക്കാട്ടിലും എളുപ്പം എന്താണ്? ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഫിഗർ. അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹൗ ഡസ് ഈ സ്പീഡും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയുന്ന ഇക്വേഷനാണ്. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദിസ് വേവ്? സ്പീഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുമ്പോൾ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്ററാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്, ഡിസ്റ്റൻസ് 80 ആണ്. സോ 80/1 80 മീറ്റർ പെർ സെക്കൻഡ്. അതെല്ലാം നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വേവ് ലെങ്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസാണ് വരുന്നത്? 1, ഇത് ഇവിടെ വരെ 1, ഇതിനടുത്തത് 2. സോ എഫ് എന്ന് പറയുന്നത് 2 ഹെർട്സ് ആണ് വരുന്നത്. ദെൻ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ എന്ന് പറയുന്നത് 40 ആണ് വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? ആൻസർ എന്ന് പറയുന്നത് 2 × 40. ഇങ്ങനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം സ്റ്റേറ്റ്മെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇസ് ഗിവൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ് ഓൾട്ടർനേറ്റീവ്ലി. കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് ഓൾട്ടർനേറ്റീവായിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ അടുത്തത് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ് ഓൾട്ടർനേറ്റീവ്ലി. ദെൻ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇസ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ദെൻ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. എന്താണത്? ആരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നത്? കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് ദി മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? ഈ ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണം കൊടുത്തിട്ടില്ല. ഞാൻ കളർ മാറ്റി ഒന്ന് ടിക്ക് ചെയ്യാം. ഞാൻ ഈ റെഡ് കളറിൽ ടിക്ക് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫീച്ചേഴ്സാണ് കേട്ടോ. ഇതെല്ലാം ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫീച്ചറാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അത് 1ഉം 3യുമാണ് കേട്ടോ. കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ആണ് ഉണ്ടാകുന്നത്. ദെൻ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതാണ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ് ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു ഗ്രാഫ് തന്നെയാണ്. ഒബ്സർവ് ദി സൗണ്ട് വേവ്സ് ഡെപ്പിക്റ്റഡ് ബിലോ. നിങ്ങൾക്ക് 3 ഗ്രാഫുകൾ കാണാം, 3 വേവ്സിനെ കാണാം. P, Q, R. വിച്ച് വേവ് ഹാസ് ദി ഹയസ്റ്റ് ഫ്രീക്വൻസി? ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിനാണ്? വേവ് ക്യൂവിനാണ് ഫ്രീക്വൻസി കൂടുതൽ. നോക്കിക്കേ, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് കൂടുതൽ എത്രയാണ്? 1, 2, 3,
4.5. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്, ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ബാക്കിയുള്ള ഒരു വേവിന് എന്തില്ല, അത്രയും നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് വിച്ച് വേവ് ഹാസ് ദി ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു മീൻ പൊസിഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നതാണ്. അതെന്ന് പറയുന്നത് ഏതാണ്, വേവ് ആറാണ്. സോ ഇതെന്ന് പറയുന്നത് വേവ് ക്യൂ ആണ്, ഇതെന്ന് പറയുന്നത് വേവ് ആറാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. A tuning fork of frequency 256 Hz is excited and the stem is placed on a table. The table vibrated and produced a sound. ഒരു ട്യൂണിംഗ് ഫ്രീക്വൻസി അതിൻ്റെ ഒരു ട്യൂണിംഗ് ഫോക്ക് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 256 Hz ആണ്. അതൊന്ന് എക്സൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റെം എന്നുള്ള പിടിക്കുന്ന തണ്ടുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേബിളിൽ വെക്കുകയാണ്. ടേബിള് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. Then when a tuning fork of frequency 288 Hz വേറെ ഹേർട്സിലുള്ള 288 ഹേർട്സിലുള്ള ഫ്രീക്വൻസി ട്യൂണിംഗ് ഫോക്ക് എന്ത് ചെയ്യാണ്, എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ സ്റ്റെം എവിടെയാണ്, സെയിം ടേബിളിൽ തന്നെ പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ്, സെയിം പഴയ ടേബിളിൽ തന്നെ പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ്. ദ ടേബിൾ ഗേവ് എ സൗണ്ട് ഓഫ് മാക്സിമം ലൗഡ്നെസ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒച്ച ഭയങ്കര കൂടുതലുള്ളൊരു സൗണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി ടേബിൾ ഇൻ ദി ഫസ്റ്റ് കേസ്. ആദ്യത്തെ കേസിൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്ത് ഏത് ഫ്രീക്വൻസിയിലാണ്, ഏത് ഫ്രീക്വൻസിയിലാണോ നമ്മൾ ട്യൂണിംഗ് ഫോക്ക് ആ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിലാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസിലുള്ളതെന്ന് പറയുന്നത് എത്രയാണ്, 256 ആണ്. ഇവിടെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷനാണ് കാണുന്നത് അല്ലേ, 256 ഹെർട്സിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ ടേബിൾ എന്താണ്, ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു വൈബ്രേറ്റ് അറ്റ് ദി സെയിം ഫ്രീക്വൻസി ആസ് ദി ട്യൂണിംഗ് ഫോക്ക്. ദെൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ടേബിൾ. നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, 288 ഹെർട്സ് ആണ് നാച്ചുറൽ ഫ്രീക്വൻസി. അങ്ങനെ പറയാൻ കാരണം എന്താ, കാരണം ആ ഒരു ടേബിളിൻ്റെ വൈബ്രേഷനിൽ മാക്സിമം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്, മാക്സിമം ലൗഡ്നെസ്സിന് വൈബ്രേറ്റ് ചെയ്തതെന്ന് പറയുന്നത് 288 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോക്ക് വെച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, മാക്സിമം ലൗഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്ത്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എന്താ നമ്മൾ പറഞ്ഞത്, റെസൊണൻസ് എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ വൈ വാസ് ദി സൗണ്ട് വേവ്സ് ഹേർഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ ദി സെക്കൻഡ് കേസ്. ഇതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്, എന്താണ്, റെസൊണൻസ് കാരണമാണെന്ത്, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത്. ആദ്യം നമ്മൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് a child A is in a room of length 10 meter and another child B is in a room of length 40 meter. Both of them made a loud sound in their respective rooms. Who will hear an echo? Why? അതായത് രണ്ട് കുട്ടികളുണ്ട്, എ എന്ന് പറയുന്ന കുട്ടിയും ബി എന്ന് പറയുന്ന കുട്ടിയുണ്ട്. എ എന്ന് പറയുന്ന കുട്ടി ഇരിക്കുന്ന റൂമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ബി എന്ന് പറയുന്ന കുട്ടി ഇരിക്കുന്ന റൂമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 മീറ്ററാണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ റെസ്പെക്റ്റീവ് റൂംസിൽ ഇരുന്നിട്ട്. അപ്പോൾ ആർക്കാണ് ഇവിടെ എക്കോ കേൾക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കാണ് എക്കോ കേൾക്കാൻ പറ്റുന്നത്, ഇവിടെ എക്കോ കേൾക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന കുട്ടിക്കാണ് എക്കോ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ കാരണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ഒരു എക്കോ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു തിരിച്ചെത്തുന്നതിന് അറ്റ്ലീസ്റ്റ് 0.1 സെക്കൻഡ് ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് മിനിമം എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് 17 മീറ്റർ ആയിരിക്കണം. ആദ്യത്തെ കേസിൽ കുട്ടിയിരുന്ന റൂമിൻ്റെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 10 മീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ കുട്ടി ഇരുന്നത് എത്രയാണ്, 40 മീറ്റർ ദൂരത്തിലാണ് ഇരിക്കുന്നത്. സോ ഇവിടെ എന്താണ്, 17 മീറ്റർ മിനിമം ആ ഒരു ഡിസ്റ്റൻസ് ഇല്ല, റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ടുള്ള ഡിസ്റ്റൻസ് 17 മീറ്റർ മിനിമം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ എന്ത് നടക്കാത്തത്, എക്കോ കേൾക്കാതിരുന്നത്. ദെൻ 40 മീറ്റർ ഉള്ളപ്പോൾ എന്താണ്, അവിടെ എക്കോ കറക്റ്റായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു 17 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കാം, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓർഡറിലല്ല, കാരണം ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേക്കുന്നത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പറാണ് പലപ്പോഴും അത് നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ അത് റെക്കോർഡ് ആയേക്കുന്നത് കേട്ടോ, അതിൽ വന്നേക്കുന്നത് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും, സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകളിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിതെല്ലാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. A and B are two walls. രണ്ട് ഭിത്തികളാണ് കാണിച്ചിട്ടുള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് 28 മീറ്റർ. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 28 മീറ്ററാണ്. എ പേഴ്സൺ ക്ലാപ്സ് അറ്റ് എ പൊസിഷൻ മാർക്ക്ഡ് അറ്റ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലാപ്പ് ചെയ്യാണ്. ദ ഡിസ്റ്റൻസ് ഫ്രം
വോൾ എ ടു എക്സ് ഇസ് 10.5 മീറ്റർ. ഇപ്പോൾ ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 10.5 മീറ്റർ പിക്ചറിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. വിച്ച് വോൾ പ്രൊഡ്യൂസസ് ദി ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ഹേർഡ് ഈസ് ക്ലിയർലി ഹേർഡ് ബൈ ദി പേഴ്സൺ. എവിടെ നിന്നായിരിക്കും ഫസ്റ്റ് എക്കോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ എന്താണ് മിനിമം 17 മീറ്റർ എങ്കിലും വേണം അല്ലേ. ഒരു 17 മീറ്റർ ഇവിടെ ഉണ്ടോ? ഈ പറയുന്ന വോൾ എയിൽ നിന്നുണ്ടോ? വോൾ എയിൽ നിന്നില്ല. അപ്പോൾ എന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും? വോൾ ബിയിൽ നിന്നായിരിക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു എക്കോ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദി ഫസ്റ്റ് എക്കോ? എത്ര സെക്കൻഡാണ് എടുക്കുന്നത്? നമ്മൾ ആദ്യം അതിൻ്റെ കണക്ക് പറഞ്ഞു 0.1 സെക്കൻഡ് വേണം. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് ഈ 0.1 സെക്കൻഡ് വന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബീൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. അതായത് ബി തുടങ്ങിയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത്, ബി തുടങ്ങി എക്സ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 28 മൈനസ് 10.5 അല്ലേ? അതായത് 17.5 എന്ന് വന്നു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ വേവ് ഇവിടെ വരെ പോയി തിരിച്ചിങ്ങോട്ടേക്ക് വരണം അല്ലേ. ഇപ്പോൾ 2 പ്രാവശ്യം 17.5 കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 17.5 ഇൻറ്റു 2 ആണ്. 2 പ്രാവശ്യം തിരിച്ചു വരണം അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ഇനി ടൈം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 ആണ്. 17.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 35 മീറ്റർ ആണ്. ദെൻ ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. എത്ര വരും ആൻസർ? കട്ട് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും 1/10 എന്ന് വരും. അതായത് 0.1 സെക്കൻഡ് എന്ന് ഉത്തരം വരും. ഓക്കെ, അപ്പോൾ ബിയിലാണ് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ഹിയർ ദി ഫസ്റ്റ് എക്കോ എന്ന് പറയുന്നത് എന്താണ്? അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഉപയോഗിച്ച് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നിന്ന് എക്സ് മുതൽ ബി വരെയുള്ള ദൂരവും നേരെ പോയിട്ട് തിരിച്ചും വരണം. ആ ഒരു കാര്യമാണ് മിക്ക കുട്ടികളും തെറ്റിച്ച് 17.5 എന്ന് മാത്രം എടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇവിടെ വേണ്ടത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണ സമയം അത് ആ ഒരു ഡിസ്റ്റൻസ്, മൊത്തം ഡിസ്റ്റൻസ് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് ദി അഡ്ജസ്റ്റൻറ്റ് റെയർഫ്രാക്ഷൻ ഓഫ് എ സൗണ്ട് വേവ് ഇസ് 17.5 സെൻറ്റിമീറ്റർ. ദിസ് വേവ് ടേക്സ് 2 seconds ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 1400 മീറ്റർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി വേവ് ലെങ്ത് ഓഫ് ദി വേവ്? ഒരു കംപ്രഷനും ഒരു അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റെയർഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 17.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെന്നുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസ്റ്റൻ്റ് കംപ്രഷൻസോ അല്ലെങ്കിൽ 2 അഡ്ജസ്റ്റൻ്റ് റെയർഫ്രാക്ഷൻസോ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത്തിൻ്റെ പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തം വേവ് ലെങ്ത് കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി? 17.5 ഇൻറ്റു 2 ചെയ്താൽ മതി. അത് എത്രയാണ്? 35 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയ്ക്ക് വരും? 0.35 മീറ്ററിലോട്ട് ആവും. ഓക്കെ, ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ഓക്കെ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇപ്പോൾ 35 ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 0.35 മീറ്റർ എന്ന് വരും. ദെൻ അടുത്ത ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദി വേവ് എന്നാണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1400 ആണ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് 1400 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ തന്നേക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി കണ്ടുപിടിക്കാൻ പാടില്ലേ? വി കണ്ടുപിടിക്കാം. വി എന്ന് പറയുന്നത് എത്രയാണ്? 1400 ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എത്രയാണ്? 700 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പാടില്ല. ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? വി ബൈ ലാംഡ എടുത്താൽ മതി. സോ വി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. വി എന്ന് പറയുന്നത് 700 ആണെന്ന് നമുക്കറിയാം. ലാംഡ എന്ന് പറയുന്നത് 0.35 ആണെന്നറിയാം. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2000 ഹെർട്സ് എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ഇത്രയാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മിഡ് ടേം എക്സാമിന് മുമ്പ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവുക. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.